ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾ ഡാർട്ട് ബോർഡ് കളിച്ചതും അതുപോലെ തന്നെയുള്ള നമ്മളെ സ്ലോസ് കാണാൻ പോയതും ഈ കാസിൽ വിസിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ഡാർട്ട് ബോർഡ് കളിക്കാനായിട്ട് അത്ര എളുപ്പമല്ല, കാരണം അതിൻ്റെ സെൻറ്ററിലേക്ക് ഇട്ടാൽ മാത്രമേ നമുക്കൊരു 50 പോയിൻറ്റ്സ് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് എല്ലാവരും ലക്ഷ്യം വെച്ചിട്ട് ഇട്ടിരുന്നത്. നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ അതെനിക്ക് സാധിച്ചു. എന്താണെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. 50 പോയിൻറ്റ്സ് ഫസ്റ്റ് ടൈം തന്നെ എനിക്കത് സാധിച്ചു. ഈ ഗെയിംസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഈ ഹൈക്കിങ്ങിനും ട്രക്കിങ്ങിനൊക്കെ ആയിട്ട് തയ്യാറെടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ ഈ ഒരു കാസിലിൻ്റെ ഭാഗത്തേക്ക് വന്നു. അപ്പോൾ ഇവിടേക്ക് ഒരു ട്രക്കിംഗ്, ഒരു ഹൈക്കിംഗ് ആണ് നമുക്ക് ഇവിടേക്കുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് അവിടേക്ക് നടന്നെത്താനും ആ ഒരു വ്യൂ ഒക്കെ ആസ്വദിക്കാനൊക്കെ ആയിട്ട് സാധിച്ചു. അങ്ങനെ പോകുന്ന വഴിയിൽ ഉള്ളൊരു വ്യൂ ഏരിയ ആണ് ഈ കാണുന്നത്. പിന്നീട് നടന്നു പോകുന്ന വഴിയിൽ ഇതുപോലെ ഹെയർപിൻ വളവുകളൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്ന വഴിയിൽ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ആരൊക്കെയോ കൂട്ടിച്ചേർത്തിരിക്കുന്ന ആ ഒരു കല്ലുകളുടെ മേലെ നമ്മളും ഒന്ന് രണ്ട് കല്ലുകളൊക്കെ വെച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് നേരെ വീണ്ടും നടന്നു. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വലിയൊരു ശില്പം ഞങ്ങളെ ആകർഷിച്ചു. അതായത് നമ്മൾ ഈ കാടുകളിൽ കാണുന്ന സ്ക്യുരൽസ് കഴിക്കുന്ന ഒരു ഫ്രൂട്ട്, ആ ഒരു കായ, അതാണ് നമ്മളവിടെ അവർ പിക്ചറായിട്ട് അവിടെ മരത്തിൽ കൊത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കായ നമ്മൾ നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ അതെടുത്ത് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗൂഗിളിൽ എന്താണ് ഇതിനെക്കുറിച്ചുള്ള സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ കുറച്ച് തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ചെറിയൊരു റീൽസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്തു. ഇതുപോലെ ഒരു വലിയൊരു മരക്കൊമ്പൊക്കെ എടുത്തിട്ട് കുട്ടികളുടെ മേത്തേക്ക് ഇങ്ങനെ ചെറിയ ഇലകളും അവിടെ പച്ചിലകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് ഒരു തമാശ കാര്യങ്ങളൊക്കെ കാണിച്ചു. അങ്ങനെ വീണ്ടും ഞങ്ങളുടെ നടത്താൻ തുടർന്നു. അങ്ങനെ തുടർന്ന് പോകുമ്പോഴാണ് ഈ ചെസ്റ്റ്നട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ വലിയൊരു മരം അവിടെ ഉണ്ടായിരുന്നു. മുൻപും നമ്മൾ ഇതിലൂടെ നടന്ന് പോകുമ്പോൾ ഇവിടെയുള്ള ജർമ്മൻസ് പോകുമ്പോൾ നമുക്ക് അവരുടെ കയ്യിൽ ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരും ഇതുപോലെ കളക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ചെസ്റ്റ്നട്ട് ഞങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്തു. ഇത് ശരിക്കും ഫ്രൈ ചെയ്തിട്ടാണ് കഴിക്കേണ്ടതെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മളും ഒരു ട്രൈ നോക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് അവിടെ നിന്ന് കളക്ട് ചെയ്തിരുന്നു. പിന്നീട് ഇത് ഫ്രൈ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് തുടർന്ന് നമുക്ക് കാണാം. We love it when we have company. Don't want this week to end. What a beautiful day with Jan and his family playing darts with Evelyn and Leona now. അപ്പോൾ ലോയിഡും ജിൽസയും ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഈ ചെസ്റ്റ്നട്ട് പറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ പുറന്തോട് നമ്മൾ കണ്ടപ്പോഴാണ് മനസ്സിലായത് അത് ശരിക്കും ഇതിനും പുറന്തോട് ഒരു മുള്ളുകൊണ്ട് ഉണ്ടാക്കിയ രീതിയിലുള്ളൊരു കവറിങ് ഉണ്ട് എന്നുള്ളത്. അതിനുശേഷം എന്താ ഈ കാണുന്ന പ്രതിമകളെ കുറിച്ചിട്ടുള്ളായിരുന്നു വർത്തമാനങ്ങൾ. അത് ഓക്ക് ട്രീയുടെ മരം കൊണ്ടുണ്ടാക്കിയ പ്രതിമകളായിരിക്കാമെന്നാണ് നമ്മൾ ഒരു ഫൈൻഡിങ്സ് അവിടെ വെച്ച് കണ്ടത്. അങ്ങനെ അവിടെ ഒരു സ്പോട്ടുണ്ട്, നമുക്ക് അവിടെ ഇരുന്ന് വിശ്രമിക്കാനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും. ഈവൻ ഇതൊരു ഹൈക്കിംഗ് ട്രെയിലാണ്. അതായത് നമുക്ക് ഈ ഒരു പോയിന്റ് കഴിഞ്ഞ് അടുത്ത പോയിന്റിലേക്ക് നടന്ന് പോകുമ്പോൾ നമുക്ക് വിശ്രമിക്കാൻ ഇരിക്കാനൊക്കെ ആയിട്ട് അവിടെ ബെഞ്ചും അതുപോലെ തന്നെയുള്ള ഡെസ്കുകളൊക്കെ ഉണ്ടായിരുന്നു. ജിൽസയും ചിഞ്ചുവും വളരെ കാര്യമായിട്ടുള്ള വായനയിലാണ്. സംഭവം ഈ ഒരു കാസിലിൻ്റെ ചരിത്രവും അതിനോടനുബന്ധിച്ചുള്ള ഡിസ്ക്രിപ്ഷനുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴും അവിടെ ഒരു ബോർഡ് അവർ ആ ഒരു സ്ഥലത്തിനെ കുറിച്ച് വിവരിക്കുന്നതായിട്ടുള്ള ബോർഡുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നല്ലൊരു സെൽഫി ഒക്കെ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടർന്നു. We love it when we have company. Don't want this week to end. What a beautiful day with Jan and his family playing. ആ കാണുന്ന മലമുകളുടെ താഴ്വാരത്താണ് നമ്മുടെ വീട് വരുന്നത്. ആ മലമുകളിലേക്കും നമ്മൾ ഇന്ന് പോകുന്നുണ്ട്. അവിടേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ടില്ല, കാരണം കുട്ടികൾക്ക് എല്ലാവർക്കും വയ്യാതായിരുന്നു. അപ്പോൾ ഞാനും ലോയിഡും മാത്രമാണ് ആ മലമുകളുടെ മേലേക്ക് പോയത്. ആ കാണുന്നത് ഇവിടുത്തെ ഒരു പനോരമിക് ബാതാണ്, അതായത് ഇവിടുത്തെ ഒരു ഷിംബാദാണ്. നല്ല വലിയൊരു ഷിംബാദാണ് അവിടെ ഉള്ളത്, സ്വിമ്മിങ് പൂളാണ് അവിടെയുള്ളത്. അപ്പോൾ അതിന് ശേഷം ഞങ്ങളിതാ ഈ ഒരു സ്ലോസിൻ്റെ, അതായത് സ്ട്രോംബുർഗ് എന്ന് പറയുന്ന ഈ ഒരു സ്ലോസിൻ്റെ ഈ ഒരു കാസിലിൻ്റെ അടുത്തേക്ക് ഞങ്ങളെത്തി.
അങ്ങനെ ഇവിടെ ഈ കാസിലെ മിനുക്കുപണികളും അതുപോലെയുള്ള മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഈ കാസിലിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഈ കാസിലിൻ്റെ ഒരു ഫസ്റ്റ് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് സ്ട്രോംബർഗിൽ വന്നപ്പോൾ നമ്മൾ സീരീസ് ഓഫ് വീഡിയോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ആയിരുന്നു. അപ്പോൾ മുൻപത്തെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മുൻപത്തെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ പോകുമ്പോൾ അവർ കുട്ടികളും അതുപോലെ തന്നെ അമ്മമാരും ആദ്യം ഇറങ്ങി. അപ്പോൾ അവർക്ക് ഒരുപാട് വയ്യാതെയായി, കാരണം അത്യാവശ്യം നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പോകുന്ന ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾ നടത്തം ആരംഭിച്ചു. Wish they could stay longer. We love it when we have company. Don't want this week to end. അങ്ങനെ നടന്നു നീങ്ങി ഞാനും ലോയിഡും കൂടെ അവിടെ ഒരു നല്ലൊരു ഫോട്ടോ സ്പോട്ട് കണ്ടപ്പോൾ ആ ഒരു മരത്തിൻ്റെ താഴെ നിന്ന് അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസെല്ലാം എനിക്ക് ലോയിഡ് എടുത്ത് തന്നിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടന്നെത്തുമ്പോൾ അവർ ഇവാഞ്ചലീഷ്യ ചർച്ചിൻ്റെ അടുത്ത് റെസ്റ്റിംഗ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു റെസ്റ്റിംഗ് പ്ലേസിലിരുന്ന് റെസ്റ്റ് ചെയ്യുന്ന അവരെയും കണ്ട് ഇവാഞ്ചലീഷ്യ ചർച്ചിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും നടത്താൻ തുടർന്നു. ഈ വീടുകളൊക്കെ കണ്ടില്ലേ, 1734 അവിടെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീടുകളൊക്കെയാണ്. അപ്പോൾ അത്രയും പഴക്കമുള്ള ബിൽഡിങ്ങുകളും അതുപോലെ തന്നെയുള്ള അവിടെയുള്ള സ്ട്രക്ചറക്കൽ മോണുമെൻറ്റ്സും അതുപോലെയുള്ള ബിൽഡിങ്സുമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ചെന്നത് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഈ ഒരു ചർച്ചിലേക്കാണ്. Playing darts with Evelyn and Leonard. Then a trip to Stromberg Castle. What a beautiful day in Stromberg. ഈ കാണുന്നതാണ് പൈപ്പ് ഓർഗൻ എന്ന് പറയുന്നത്. ജർമ്മനിയിലെ ഒട്ടുമിക്ക പള്ളികളിലും ഇതുപോലെയുള്ള പൈപ്പ് ഓർഗനുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് വായിക്കാനും അതുപോലെ തന്നെ പ്രത്യേകമായ പാട്ടുകളും അതിലൂടെ നമുക്ക് കേൾക്കാനും ആഗ്രഹമുള്ളവർക്ക് അത് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അവർ ആ ഒരു പൈപ്പ് ഓർഗൻസ് വെച്ചിട്ടുള്ള വിശുദ്ധ കുർബാനകളിൽ അവർ ഉപയോഗിക്കാറുണ്ട്. അതിനുശേഷം ഇവിടെ മെഴുകുതിരി കത്തിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ കാൻഡിൽസ് ലൈറ്റ് ചെയ്തു. അതിനുശേഷം കുട്ടികളും അമ്മമാരും എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചുപോയി. ഞാനും ലോയിഡും കൂടെ ഈ ഒരു ബുർഗ് ഗോലൻഫെൽസ് എന്ന് പറയുന്ന ആ ഒരു മലമുകളിലേക്കും പോയി. അതിനുശേഷം രാത്രി ഒരു അടിപൊളി ഡിന്നറും സെറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോയും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിലൂടെ കാണാം. പിന്നെ ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുന്നതിന് മുമ്പത്തെ ഒരു ദിവസം കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ഞങ്ങൾ മേടിച്ച വൈനും അതുപോലെയുള്ള ഐറ്റംസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിലൂടെ കാണാം. സോ ടിൽ ദെൻ ബൈ ഫ്രം ട്രാവൽ ഓൺ റോഡ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ചൂസ്.